ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളെ ഡിസ്കഷൻ ഇന്ന് എന്തിനെ കുറിച്ചിട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് സോളാറാണ്. സോളാർ സിസ്റ്റത്തെ കുറിച്ചിട്ട് നമ്മുടെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സോളാർ എങ്ങനെയുണ്ട്, അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിക്കാം. ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും, എന്താ ഈ ചങ്ങാതി രാത്രി ഇതെടുക്കുന്നത് എന്നുള്ളത് അല്ലേ. സമയം ഒരു 6:30 ടൈമിലാണ് എനിക്ക് ഈ വീഡിയോ കണ്ടന്റിനെ കുറിച്ച് ഓർമ്മ വന്നത്. ജസ്റ്റ് വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ കയറിയിട്ട് എടുത്തതാണ്. എന്തായാലും ഈ സമയത്ത് എടുത്തത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റി. വീട്ടിൽ 6:30 പോലും, രാത്രി വൈകുന്നേരം ഈ 6:30 എന്നുള്ള ഈ സമയത്ത് പോലും സോളാർ പവർ പ്ലാന്റിൽ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണ രാത്രികളിൽ സോളാറിൽ പ്രൊഡക്ഷൻ കിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ചെറിയൊരു ലൈറ്റ് ഉണ്ടെങ്കിൽ പോലും, അതായത് 6:30 ഉള്ള ലൈറ്റ് നിങ്ങൾക്ക് അറിയാം, ഈ വീഡിയോയിൽ തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അത്രയും ചെറിയ ലൈറ്റിൽ പോലും അവിടെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. വീഡിയോയിൽ ക്ലാരിറ്റി കുറവായത് കാരണം തന്നെ ഞാൻ ഫോണിൽ 2-3 പിക്സ് എടുത്ത് നോക്കി. അപ്പോൾ പിക്സ് എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ ആ പിക്സും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും ഒരു ലൈറ്റ്നിങ് അറസ്റ്റർ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കാണാം. ഈ ലൈറ്റ്നിങ് അറസ്റ്റർ എന്തിനാണ് വെച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സിസ്റ്റത്തെ, അതായത് നമ്മുടെ ഇൻവേർട്ടർ, അങ്ങനെ ഒരുപാട് സിസ്റ്റം ഉണ്ട്. ഇൻവേർട്ടറൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് എമൗണ്ടിന് ചിലവുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ലൈറ്റ്നിങ് അറസ്റ്ററാണ് അവിടെ വെച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കോസ്റ്റ് എത്രമാത്രം ഇതിന് ചിലവുണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇത് എത്ര കിലോ വാട്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുക. ഡൈ എന്ന് പറയുന്ന ഒരു സോളാർ ഇൻവേർട്ടറാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇവിടെ മെയിനായിട്ട് പറയേണ്ടത് 2 മീറ്റർ ഉണ്ട്. അതിൽ 1 മീറ്റർ കമ്പനിക്കാർ നമുക്ക് വെച്ച് തന്നതാണ്, കൊട്ടേഷനിലുള്ളതാണ്. മറ്റേ മീറ്റർ KSEB എന്ന ആൾ വന്നിട്ട് നമ്മളെ സോളാർ പവർ പ്ലാന്റ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഓക്കെ ആണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളെ പഴയ മീറ്റർ എടുത്തിട്ട് അവർ അവിടെ ഒരു പുതിയ മീറ്റർ സെറ്റ് ചെയ്യുന്നുണ്ട്. അതും കഴിഞ്ഞിട്ടാണ് നമ്മുടെ സോളാർ പവർ പ്ലാന്റ് ഓൺ ആക്കുന്നത്. അപ്പോൾ കമ്പനി വെച്ച് തരുന്ന ആ മീറ്ററിൽ എത്ര സോളാർ കറണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് കാണിക്കും. അത്രയും സോളാർ ഔട്ട് അത് നമ്മൾ KSEBിലോട്ട് കൊടുക്കുന്നത് ആ മീറ്ററിൽ ഇങ്ങനെ എഴുതി കാണിക്കും. എന്നാൽ KSEB വെക്കുന്ന മീറ്ററിൽ എത്ര കറൻറ്റ് നമ്മൾ KSEBിയിൽ നിന്ന് വാങ്ങിച്ചു എന്നുള്ളതുണ്ടാവും. അങ്ങനെ ഒരു ഇന്നും ഔട്ടും ഉണ്ടാവും. 2 മീറ്ററിൽ ഒന്നിൽ ഇന്നും കാണിക്കും, ഒന്നിൽ ഔട്ടും കാണിക്കും. ഇതിൽ ഇന്നും ഔട്ടും ബാലൻസ് ചെയ്യും നമ്മൾ ബില്ലിൽ. അത് ബില്ല് നോക്കുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇന്ന് കൂടുതലാണെങ്കിൽ KSEBിൻ്റെ അടുത്ത് കറണ്ട് കൂടുതൽ വാങ്ങിയതായിട്ട് നമ്മൾ ബില്ലിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ബില്ല് അടക്കേണ്ടി വരും, എത്ര KSEBിൻ്റെ അടുത്ത് എക്സ്ട്രാ കറണ്ട് വാങ്ങിയ എന്നുള്ളത്. ഔട്ടാണ് കൂടുതലെങ്കിൽ KSEB നമുക്ക് ഇങ്ങോട്ട് കറണ്ട് ഉള്ള എമൗണ്ട് വെച്ചിട്ട് അവരുടെ സ്ലാബിനനുസരിച്ചിട്ട് എമൗണ്ട് ഇങ്ങോട്ട് തരാൻ അവർ ബാധ്യസ്ഥരാകും. അപ്പോൾ അത് ബില്ല് നോക്കുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഈ സോളാർ ഇൻവേർട്ടറുമ്പോൾ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഒരു ദിവസം എത്ര പ്രൊഡക്ഷൻ വന്നു, ടോട്ടൽ എത്ര പ്രൊഡക്ഷൻ കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ. അത് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് കണ്ടത് നമുക്ക് 5.1 കിലോ വാട്ടാണ് ഇന്ന്, ആ യൂണിറ്റാണ് ഇന്ന് നമുക്ക് വീട്ടിൽ പ്രൊഡക്ഷൻ വന്നിട്ടുള്ളത്. അവിടെ കാണാം ഈ ഡേ എന്നുള്ളതിൽ. എന്നാൽ അവിടെ ഈ ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് കാണാം, ആ ഈ ടോട്ടലിൽ കാണുന്നത് 800 യൂണിറ്റാണ്. ഇന്നല്ല, ടോട്ടൽ ഒരു 3 മാസമായിട്ട് നമ്മളിത് വെച്ചിട്ടുണ്ട്. അതിൽ 800 യൂണിറ്റോളം 3 മാസത്തിൽ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടിയിട്ടുണ്ട്. അത് ഞാനിതിൻ്റെ ഒന്നുകൂടി വിശദീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കാര്യങ്ങളെല്ലാം. ഇവിടെ താഴെ ഒരു കോഡ്ലെസ് രൂപത്തിൽ ഒരു സിസ്റ്റം കാണാം. അതിലിങ്ങനെ ഒരു 3 ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന കാണാം. ഇതിൽ ഒരു ലൈറ്റ് മനസ്സിലാക്കേണ്ടത് ഇൻ്റർനെറ്റാണ്. ഈ സിസ്റ്റത്തിലോട്ട് ഇൻ്റർനെറ്റ് വരുന്നുണ്ടോ എന്നുള്ളതാണ്. ആ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നില്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് അതിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ വിട്ടുപോയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇപ്പോൾ നിങ്ങൾ ഡിവൈസ് ഒന്ന് നോക്കൂ. ആ ഡിവൈസിൻ്റെ താഴെ നമ്മൾ ചെന്ന് നോക്കുന്ന സമയത്ത് ഒരു ലൈറ്റും ബ്ലിങ്ക് ചെയ്യുന്നില്ല. ഇതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ സോളാർ ഇൻവേർട്ടറിലോട്ടുള്ള കറണ്ട് പ്രൊഡക്ഷൻ നിന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു രാത്രി ഈ സോളാർ ഇൻവേർട്ടർ വർക്ക് ചെയ്യില്ല. കുറച്ച് നേരത്തെ കുറച്ച് ചെറിയൊരു ലൈറ്റ് ഉണ്ടായിരുന്നു, അത് കാരണം കൊണ്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ ഇൻവേർട്ടർ ഓഫായി. ഇപ്പോൾ അതിൽ കറണ്ടൊന്നും വരുന്നില്ല. ഞാൻ ഇനി ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. അതിൽ കറണ്ടൊന്നും വരുന്നില്ല, പ്രൊഡക്ഷനൊന്നുമില്ല, ഒക്കെ ബ്ലാങ്ക് ആയിട്ടുണ്ട്, ഒന്നും അതിൽ എഴുതി കാണിക്കുന്നില്ല. അതിനർത്ഥം നമ്മുടെ സിസ്റ്റം രാത്രി പ്രൊഡക്ഷൻ ചെയ്യുന്നില്ല, സിസ്റ്റം ഓഫ് ആവുന്നുണ്ട്. ഓക്കെ, എത്ര സോളാറിൻ്റെ പ്രൊഡക്ഷൻ വന്നു, ഒരു ദിവസം എത്ര പ്രൊഡക്ഷൻ ഉണ്ട്, ഇന്നലത്തെ പ്രൊഡക്ഷനേക്കാളൊന്നും പ്രൊഡക്ഷൻ കൂടുതലുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് കമ്പാരിസൺ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മുടെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ പേര് സോളാർ മെൻ എന്നാണ്.
ഈ ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ നിങ്ങൾക്ക് കാണാം. ഫാദറിൻ്റെ പേരിലാണ് സോളാർ പവർ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിൽ റെഡ് കളറിൽ ഡിവൈസ് ഓഫ്ലൈൻ എഴുതിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നൈറ്റിലാണ് ഞാൻ വീഡിയോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ സോളാറിൽ ഇപ്പോൾ പ്രൊഡക്ഷനൊന്നും നടക്കുന്നൊന്നുമില്ല. മന്ത്ലി പ്രൊഡക്ഷൻ എന്നുള്ള ഭാഗത്ത് കാണാം. ഈ മാസത്തെ മന്ത്ലി പ്രൊഡക്ഷൻ 159.10 യൂണിറ്റ് ആണ്. 5.10 യൂണിറ്റ് ആണ് ഇന്നത്തെ പ്രൊഡക്ഷന്. ഇപ്പം എന്തുകൊണ്ടാണ് ഇത്ര കുറവ് പ്രൊഡക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴക്കാലമാണ്. മഴക്കാലത്ത് പ്രൊഡക്ഷൻ വളരെ കുറവായിരിക്കും. എന്നാലും ഇത്രയും ഹെവി റെയിൻ ആയിട്ട് പോലും 5.10 യൂണിറ്റ് പ്രൊഡക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ സ്റ്റാറ്റിക്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 47 ദിവസമാണ് നമ്മൾ ഇതുവരെയും വെച്ചിട്ട്. 3 മാസം ഉണ്ട്. 3 മാസത്തിൽ നമ്മൾ വെച്ചത് 47 ദിവസമാണ് ടോട്ടൽ സിസ്റ്റം വർക്ക് ചെയ്തതായിട്ട് ഇതിൽ കാണിക്കുന്നത്. ഇവിടെ ആനുവൽ പ്രൊഡക്ഷൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് 541.80 യൂണിറ്റ് കാണാം. അത് ഈ ആപ്ലിക്കേഷനിൽ ഇൻ്റർനെറ്റ് വഴി എത്ര പ്രൊഡക്ഷന് ഫീഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അത്രയും യൂണിറ്റ് അല്ല നമ്മളെ ടോട്ടൽ ആനുവൽ പ്രൊഡക്ഷന്. ശരിക്കുള്ള ടോട്ടൽ പ്രൊഡക്ഷൻ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 800.80 യൂണിറ്റ് ആണ് ആകെ ഈ വർഷം. നമ്മളിത് സെറ്റ് ചെയ്തിട്ട് 3 മാസമായിട്ടുണ്ടെന്ന് പറഞ്ഞു. ആകെ നമുക്ക് വന്നിട്ടുള്ള പ്രൊഡക്ഷന്. അപ്പോൾ ഇവിടെ ഈ 541 800 തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസിൽ ഇൻ്റർനെറ്റ് അവിടുന്ന് നമ്മുടെ വീട്ടിലുള്ള ഇൻ്റർനെറ്റിൻ്റെ കണക്ഷന് അതിൽ ഫുൾ ടൈം ഉണ്ടാവില്ല. ചില സമയത്ത് ഇൻ്റർനെറ്റ് കണക്ഷന് പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ പോകുന്ന ആ ദിവസമൊക്കെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ റീഡിങ്സ് ഡിവൈസത്തത് ആപ്ലിക്കേഷനിലോട്ട് വരില്ല. അങ്ങനെ വരാത്ത സമയങ്ങളിലുള്ള പ്രൊഡക്ഷനൊന്നും ഈ ഡിവൈസിൽ, അതായത് നമ്മുടെ ഈ ആപ്ലിക്കേഷനിൽ കാണിക്കില്ല. അതുകൊണ്ട് അതൊക്കെ പോയത് 541.80 അത്രേ ഉള്ളൂ. അവിടെ ആപ്ലിക്കേഷനിൽ വൈഫൈ വഴി നമുക്ക് ഡാറ്റ ഈ ആപ്ലിക്കേഷനിൽ തരാൻ പറ്റിയിട്ടുള്ളൂ. ഡിവൈസിൽ താഴെ വെച്ചിട്ടുള്ള ഇൻവേർട്ടറിൽ 800 യൂണിറ്റ് പ്രൊഡക്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ആ 800 ടോട്ടൽ പ്രൊഡക്ഷൻ ഇവിടെയും കാണിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഗ്രാഫ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി മനസ്സിലാവും. ഇതിൽ മന്ത്ലി, അതായത് ഈ മാസം 1-ാം തീയതി മുതൽ 16-ാം തീയതി വരെ പ്രൊഡക്ഷൻ നിങ്ങൾക്ക് കാണാം. ഇതിൽ ചില ദിവസങ്ങളിലൊക്കെ ബ്ലാങ്ക് ആയത് കാണാം. ഇവിടെ 5-ാം തീയതി 6-ാം തീയതി ഒന്നും പ്രൊഡക്ഷൻ ഇല്ല. 5-ാം തീയതി 0 പ്രൊഡക്ഷൻ ആണ്. 6-ാം തീയതി ഒക്കെ 0 പ്രൊഡക്ഷൻ ആയിട്ടുള്ളത് കാണാം ഇവിടെ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ 0 പ്രൊഡക്ഷൻ? ഇത് അവിടെ അതേപോലെ തന്നെ 11-ാം തീയതി 0 പ്രൊഡക്ഷൻ ആണ്. 15-ാം തീയതി 0 പ്രൊഡക്ഷൻ ആണ്. എന്തുകൊണ്ടാണ് 0 പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അന്ന് പ്രൊഡക്ഷൻ ചെയ്തിട്ടില്ല എന്നുള്ള, അന്ന് ഇന്റർനെറ്റ് എന്തെങ്കിലും ഇഷ്യൂ വീട്ടിൽ വന്നിട്ടുണ്ടാവും. അപ്പം അത് കാരണം അത് ആപ്ലിക്കേഷനിലോട്ട് വന്നിട്ടില്ല. ഓക്കെ, അപ്പം അങ്ങനെ ഡ്രോപ്പ് ആയി പോയതാണ്. അപ്പം അതൊന്നും നമ്മൾ റീഡിങ്ങിൽ അവിടെ ടോട്ടലിൽ കൂടി വരില്ല. അപ്പോൾ ടോട്ടൽ പ്രൊഡക്ഷൻ ആണ് എപ്പോഴും നമ്മൾ നോക്കേണ്ടത്. ആനുവൽ പ്രൊഡക്ഷനിലോട്ട് നോക്കാതിരിക്കുക. ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അതാണ് ഈ 3 മാസമായിട്ട് നമ്മളെ വീട്ടിൽ വന്നിട്ടുള്ള പ്രൊഡക്ഷന് 800 യൂണിറ്റോളം പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ മാസത്തിൽ ഏറ്റവും ടോപ്പ് എത്ര പ്രൊഡക്ഷൻ വന്നു എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18.60 യൂണിറ്റ് ആണ്. ഈ 2-ാം തീയതിയാണ് ഏറ്റവും ടോപ്പ് പ്രൊഡക്ഷൻ വന്നിട്ടുള്ളത്. എന്തായാലും ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു 12-ന് മുകളിൽ എന്തായാലും നമുക്ക് ഈ മാസം നമുക്ക് പ്രൊഡക്ഷൻ വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസത്തെ പ്രൊഡക്ഷനിലോട്ട് നമുക്ക് നോക്കാം. കഴിഞ്ഞ മാസം മഴ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ ഒരു 15-ന്റെ മുകൾക്ക് ആവറേജ് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടിയതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇതിൽ ഏറ്റവും ഹയസ്റ്റ് പ്രൊഡക്ഷൻ കിട്ടിയിട്ടുള്ളത് 22.40 യൂണിറ്റും നമുക്ക് പ്രൊഡക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, ഇവിടെ ഈ 1-ാമത്തെ തീയതി നമുക്ക് പ്രൊഡക്ഷൻ വളരെ കുറവായിട്ടുള്ള പോലെ കാണാം. അത് പ്രൊഡക്ഷൻ കുറഞ്ഞു പോയതൊന്നുമല്ല. 0.30 പ്രൊഡക്ഷൻ കുറഞ്ഞു പോയതൊന്നുമല്ല. അന്ന് ഇന്റർനെറ്റിന്റെ ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. ഇന്റർനെറ്റ് വീട്ടിലുള്ള കംപ്ലൈന്റ്, അവിടേക്ക് പുറത്താണ് ഈ ഡിവൈസ്. അപ്പോൾ ഈ ഇന്റർനെറ്റ് അങ്ങോട്ട് എത്താത്ത പ്രോബ്ലം കൊണ്ടൊക്കെ, വൈഫൈ എത്താത്തത് കൊണ്ടൊക്കെ റീഡിങ് കിട്ടാതിരിക്കും. അപ്പം അങ്ങനത്തെ ദിവസങ്ങളിൽ അവിടെ പ്രൊഡക്ഷൻ ഇല്ലാത്ത പോലെ കാണിക്കും. പക്ഷെ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇനി 5-ാമത്തെ മാസം നോക്കുന്ന സമയത്ത് ഡിവൈസ് വെച്ചിട്ടുള്ളൂ. ഓക്കെ, ഡിവൈസ് വെച്ച സമയത്ത് ഒരു 2-3 ദിവസത്തെ പ്രൊഡക്ഷൻ മാത്രം അവിടെ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ ഇയറിലോട്ട് പോകുകയാണെങ്കിൽ 5-ാമത്തെ മാസം 13.30 യൂണിറ്റ് ആണ് പ്രൊഡക്ഷൻ വന്നിട്ടുള്ള. ഒരു 3 ദിവസം പ്രൊഡക്ഷൻ ഉള്ളൂ ആ മാസം. വെച്ച ദിവസമാണ്, ഡിവൈസ് വെച്ച ദിവസമാണ്. പിന്നെ വന്നത് 369, 6-ാം മാസം 369.40 യൂണിറ്റ് പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ട്.
ഈ മാസം ഇപ്പോൾ ഇതുവരെ ഈ 16-ാം തീയതി 17-ാം തീയതി വരെ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടിയിട്ടുള്ള 159.10 യൂണിറ്റ് ആണ്. ഓക്കെ, ടോട്ടലിൽ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആനുവൽ പ്രൊഡക്ഷൻ എന്നുള്ളടത്ത് നമുക്ക് കറക്റ്റ് പ്രൊഡക്ഷൻ അല്ല വരുന്നത്. അത് നമ്മൾ നോക്കണമെങ്കിൽ ടോട്ടൽ പ്രൊഡക്ഷൻ ഇവിടെ തന്നെ സ്റ്റാറ്റിക്സിൽ വരണം. അവിടെ 800.80 യൂണിറ്റ് ആണ് ടോട്ടൽ പ്രൊഡക്ഷൻ വന്നിട്ടുള്ളത്. അത് ഡിവൈസിലും നമുക്ക് കാണിക്കുന്നുണ്ട് നമ്മുടെ ടോട്ടൽ പ്രൊഡക്ഷൻ 800 യൂണിറ്റ് ആണ് എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു സ്കൂളാണ്, അവിടെയും ഈ സോളാർ പവർ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. സെയിം പവർ പ്ലാന്റ് ആണ് വെച്ചിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം പവർ പ്ലാന്റ് തന്നെയാണ്. അവിടെ 3 ഫേസ് അല്ല, സിംഗിൾ ഫേസിലാണ് വെച്ചിട്ടുള്ളത്. 5 കിലോ വാട്ടാണ് സിംഗിൾ ഫേസിൽ ഏറ്റവും ഹയസ്റ്റ് നമുക്ക് വെക്കാൻ പറ്റുന്നത് സോളാർ. ആരുടെയും വീട്ടിൽ സിംഗിൾ ഫേസ് ആണെങ്കിൽ ഏറ്റവും ടോപ്പ് നമുക്ക് വെക്കാൻ പറ്റുന്നത് 5 കിലോ വാട്ടാണ്. അതിന്റെ മുകൾക്ക് നമുക്ക് വെക്കാൻ പറ്റില്ല, KCB അനുവദിക്കുന്നില്ല. 3 ഫേസിൽ ആക്കിയിട്ട് വേണമെങ്കിൽ ആ വീട്ടിൽ പിന്നെ 3 ഫേസിലോട്ട് മാറിയിട്ട് അതിന് മുകളിലോട്ട് നമുക്ക് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 6 കിലോ വാട്ടിന്റെ ഇൻവെർട്ടർ ആണ് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുള്ളത്. ഭാവിയിൽ 1-2 പാനൽസ് കൂട്ടാം എന്നുള്ള ചിന്താഗതിയിൽ. ഇനി 6 കിലോ വാട്ടിൽ നമ്മൾ 1-2-3 പാനൽസ് കയറ്റിയിട്ട് ഇനി നമുക്ക് ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ പറ്റില്ല എന്നല്ല, പുതിയ ഇൻവെർട്ടർ വാങ്ങണം. വേറൊരു 3 കിലോ വാട്ടിന്റെ ഇൻവെർട്ടർ വാങ്ങിയിട്ട് നമ്മൾ ഏച്ചൂട്ട എന്നൊക്കെ പറയുന്ന പോലെ അഡീഷണൽ ഒരു 3 കിലോ വാട്ടിന്റെ ഇൻവെർട്ടർ എക്സ്ട്രാ വെച്ചിട്ട് പിന്നെ നമ്മൾ പാനൽസ് കൂട്ടി കൊടുക്കണം. അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ മൈക്രോ ഇൻവെർട്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഓരോ പാനലിന്റെ താഴെയും ചെറിയൊരു ഇൻവെർട്ടർ വെച്ചിട്ടുള്ള പുതിയ ടെക്നോളജികളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ടെക്നീഷ്യൻസിനോട് ചോദിക്കുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ സ്കൂളിൽ പ്രൊഡക്ഷൻ ഇന്നത്തെ ദിവസം വന്നിട്ടുള്ളത് 7.96 കിലോ വാട്ടാണ്. നമ്മുടെ വീട്ടിൽ 5 ആണെന്ന് പറഞ്ഞു, അവിടെ 7.96 ആണ്. സ്ഥലത്തിനനുസരിച്ചിട്ട് സൈറ്റിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്ഷൻ വ്യത്യാസം വരും. ഓക്കെ, അല്ലാതെ ഇൻവേർട്ടറിന്റെ അതേപോലെ പാനലിന്റെ വ്യത്യാസമാണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണ്ട. സൈറ്റിന്റെ ഈ സൈറ്റും നമ്മുടെ വീടും ഈ പറഞ്ഞ സൈറ്റും തമ്മിൽ ഏകദേശം ഒരു 8-10 കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അവിടെ പ്രൊഡക്ഷൻ ടുഡേ എന്നുള്ളതിൽ കയറി സ്റ്റാറ്റിക്സിൽ കയറി അവിടെ വെച്ചിട്ടുള്ളത് 58 ദിവസമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. 3 മാസത്തിന്റെ അടുത്ത് അവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പ്രൊഡക്ഷൻ നോക്കുമ്പോൾ ടോട്ടൽ പ്രൊഡക്ഷൻ നിങ്ങൾ നോക്കൂ, 713 ആണ്. നമ്മളത് 800 ആയിരുന്നു, ഇവിടെ 713 ആണ് ടോട്ടൽ പ്രൊഡക്ഷൻ വന്നിട്ടുള്ളത്. ഇവിടെ മന്ത്ലി പ്രൊഡക്ഷൻ നമുക്ക് നോക്കാം. ഈ മാസം നമ്മുടെ വീട്ടിൽ ഹയസ്റ്റ് ഒരു 18 ഞാൻ പറഞ്ഞിരുന്നത്. ഇവിടെ ഇവർക്ക് ഹയസ്റ്റ് കിട്ടിയിട്ടുള്ളത് 24.01 ആണ്. അതായത് അവിടെ നന്നായിട്ട് വെളിച്ചം കിട്ടുന്ന ഇതായതുകൊണ്ട് തന്നെ അവിടെ ഒന്നുകൂടി പ്രൊഡക്ഷൻ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഒരു ആവറേജ് അവിടെ നോക്കുകയാണെങ്കിൽ ഒരു 15ന്റെ മുകളിൽ അവിടെ പ്രൊഡക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഈ മാസം അവിടെയാണ് പ്രൊഡക്ഷൻ കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കഴിഞ്ഞ മാസത്തേൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 15 ആവറേജ് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അവിടെ ഏറ്റവും ഹയസ്റ്റ് പ്രൊഡക്ഷൻ കിട്ടിയിട്ടുള്ളത് 24.50 കഴിഞ്ഞ മാസം കിട്ടിയിട്ടുണ്ട്. ഇതിൽ കുഴപ്പമില്ലാത്ത നല്ല പ്രൊഡക്ഷനും കിട്ടുന്നുണ്ട്. ആദ്യത്തെ മാസം ഇവിടെ ഒരു പകുതിക്ക് 19-ാം തീയതി വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ കിട്ടിയ പ്രൊഡക്ഷനും ഹയസ്റ്റ് നോക്കുന്ന സമയത്ത് 8.84. ഓക്കെ, ഓവറോൾ നമ്മുടെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ ചെറിയ വ്യത്യാസം നമുക്ക് ഇനി നോക്കാം. ഒരു മാസം 5-ാമത്തെ മാസം ഇവിടെ പ്രൊഡക്ഷൻ കിട്ടിയിട്ടുള്ളത് 54.39. സെക്കൻഡ് അതായത് 6-ാമത്തെ മാസം 384.53. ഈ മാസം നമ്മളെ വീട്ടിൽ 159 ആയിട്ടുള്ളൂ, ഇവിടെ 236 ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ കയറി വരുന്നുണ്ട്. വരുന്ന മാസങ്ങൾ എനിക്ക് തോന്നുന്നു ആ സൈറ്റിൽ അവിടുത്തെ സോളാർ പവർ പ്ലാന്റ് നമ്മളെ സോളാർ പവർ പ്ലാന്റിന്റെ മുന്നിൽ ചാടും എന്നുള്ളൊരു ചിന്താഗതി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് പവർ പ്ലാന്റിന്റെ പ്രത്യേകതയോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അവിടുത്തെ സൈറ്റിൽ ഒന്നുകൂടി തെളിച്ചുള്ള ക്ലൈമറ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് അവർക്ക് പ്രൊഡക്ഷൻ കൂടുതലായി കിട്ടുന്നത്. ഇവിടെ പ്രൊഡക്ഷൻ കുറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ ക്ലൈമറ്റ് ക്ലിയർ ആകുമ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ കൂടും, അവിടെ ആ സമയത്ത് ക്ലൈമറ്റ് കുറവാണെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ കുറയും. ഇത് സൈറ്റിനനുസരിച്ചിട്ട് പ്രൊഡക്ഷൻ കൂടും കുറയുകയൊക്കെ ചെയ്യും. അല്ലാതെ നമ്മൾ ഒരു ഡിവൈസിനെ നമ്മൾ നോക്കണ്ട. കൂടുതലും ഡിവൈസിലും ഉണ്ടാവും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും നല്ല ടെക്നോളജി ഉള്ള സാധനങ്ങൾ വെക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു വ്യത്യാസമൊക്കെ ഉണ്ടാവും. അതിൽ അത്ര വലിയൊരു വ്യത്യാസം ഉണ്ടാവില്ല. 5 കിലോ വാട്ടിൽ മാക്സിമം കിട്ടുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അത് സിംഗിൾ ഫേസിലും 3 ഫേസിലും ഇപ്പോൾ ഞാൻ കാണിച്ചു. KCB ബില്ല് എത്ര വന്നു,
എത്രയാണ് ഇൻസ്റ്റാളേഷൻ ചാർജ് എന്നുള്ളതൊക്കെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലാണ്, ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ കൂടെ നിങ്ങൾ കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഇസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.